ഹുസൈൻ സലഫിന്റെ ചോദ്യം ഒന്ന് കേൾക്കാം. അലവി സഖാഫിയോടാ പറയും, നിങ്ങളിവിടെ വരുന്നില്ലേ, എന്നാ നിങ്ങൾ ഈ ചോദ്യത്തിനൊന്ന് മറുപടി അറിയണം. തനക്ക് വെളിവില്ലല്ലേ എന്ത് പടച്ചോ. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പടച്ചവനാണ് എന്ന് സുന്നികൾക്ക് വാദമുണ്ട് എന്നാണ് ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തന്നെ CM വലിയുള്ള പടച്ചവനാണ് എന്ന് സുന്നികൾ പറഞ്ഞിട്ടില്ല. ഏതോ അന്തമില്ലാത്ത ആരോ എന്തോ പറഞ്ഞത് അത് സുന്നികളുടെ മേൽ വെച്ച് കെട്ടുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സുന്നി സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്ന വഹാബി പുരോഹിതന്മാർ ഇപ്പോൾ പരസ്പരം ശിർക്ക് ആരോപിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മൗലവിമാർ തന്നെ മുശ്രിക്കാക്കി എന്താണ് തൗഹീദ് എന്താണ് ശിർക്ക് എന്ന തീരുമാനമാവാതെ പരസ്പരം കലഹിച്ചുകൊണ്ട് ശിർക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോക മുസ്ലിമീങ്ങളെ ശിർക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നവർ തന്നെ പരസ്പരം ശിർക്ക് ആരോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ, അനുയായികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ ഇനിയിപ്പോൾ സുന്നികളെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് അവരുടെ മേലിൽ ശിർക്ക് ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതോ കള്ളത്വരീക്കത്തുകാർ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അതെല്ലാം സുന്നികളുടെ മേലിൽ മൊത്തത്തിൽ വെച്ച് കെട്ടുകയാണ്. കള്ളത്വരീക്കത്തുകാരുടെ വാദങ്ങൾ തെറ്റാണെന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞാലും നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികളെ ആട്ടിനെ പട്ടിയാക്കുന്ന പരിപാടി. എന്നിട്ട് ആ ആടിനെ തച്ചുകൊല്ലുക, ആടിനോട് ഇറങ്ങി പട്ടിയാണ് ഇടാന്ന്, എന്നിട്ട് ആടിനെ തച്ചുകൊല്ല, പട്ടിയെ തച്ചുകൊല്ലും പോലെ. ഈ പരിപാടിയാണ് വഹാബി പുരോഹിതന്മാർ അവസാനം നിക്കക്കളിയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുന മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പടച്ചവനാണ് എന്ന് സുന്നികൾക്ക് വാദമുണ്ട് എന്നാണ് ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തന്നെ CM വലിയുള്ള പടച്ചവനാണ് എന്ന് സുന്നികൾ പറഞ്ഞിട്ടില്ല. ഏതോ അന്തമില്ലാത്ത ആരോ എന്തോ പറഞ്ഞത് അത് സുന്നികളുടെ എല്ലാവർക്കും അറിയാം. എങ്കിലും പിടിവള്ളി വിട്ട വഹാബികൾ എന്തെങ്കിലും കച്ചത്തുരുമ്പിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടെങ്കിലും തൻ്റെ വയറ് നിറക്കണ്ടേ, അവർക്ക് ഇവിടെ നിൽക്കണ്ടേ, അവർക്ക് തിന്നണ്ടേ. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇല്ലാത്തത് ആരോപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അതിന്മേൽ പിടിച്ചു തൂങ്ങുകയാണ്. നമുക്കങ്ങനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടി ഓരോ സെക്കൻഡിൽ വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും പിടിച്ചു തൂങ്ങാൻ വേണ്ടി. അപ്പോൾ ഒരു മൗലവിയുടെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നിയതാണ്. നമുക്ക് ആ മൗലവിയോട് ഒന്ന് സംവദിച്ചു നോക്കാം. അതിൽ അലവി സഖാഫി കിൽത്താനിൽ ചെന്ന്, ദ്വീപിൽ ചെന്നിട്ട് ഇവിടെയുള്ള ആദർശത്തെ മുഖമറയിട്ടുകൊണ്ട് അവിടെ ചെന്ന് പറയാണ്, ഇങ്ങനൊരു വിശ്വാസമൊന്നും മുസ്ലിങ്ങൾക്കില്ല, അതായത് സമസ്തക്കാർക്കില്ല എന്ന രൂപത്തിൽ അവരെ കബളിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അവിടെ നിന്ന് നടത്തുകയാണ്. അത് കയ്യോടെ പിടികൂടി വേങ്ങരയിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത മറ്റൊരു വലിയ സിർട്ടാവായുണ്ട് എന്ന് സുന്നികൾക്ക് വിശ്വാസമില്ലാന്ന് അലവി സഖാഫി ഉസ്താദ് പറഞ്ഞു. അത് മുഖമറയാണ്. അത് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ട് എന്ന് ഇപ്പോൾ ഇയാൾ തെളിയിക്കാൻ പോകട്ടാ. അപ്പോൾ നമ്മൾ സുന്നികൾ അങ്ങനെ വിശ്വാസം പഠിപ്പിച്ചതായിട്ട് ഇയാൾ തെളിയിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹു അല്ലാത്ത വേറെ സിർട്ടാവുണ്ട് എന്ന് സുന്നികൾ പറയുന്നുണ്ട് എന്ന് ഇയാൾ തെളിയിക്കാൻ പോവുകയാണ്. ഈ കള്ളൻ തെളിയിക്കുന്നത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ അലവി സഖാഫി ഉസ്താദ് ഞങ്ങൾക്കങ്ങനെ വിശ്വാസമില്ല, അങ്ങനെ ഏതെങ്കിലും കള്ളത്വരീക്കത്തുകാരോ വിവരമില്ലാത്ത അന്തമില്ലാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസ്വീകാര്യമാണ് എന്ന് പറഞ്ഞ കൃത്യമായ വോയിസ് ഉണ്ട്. അതിട്ടിട്ടാ പിന്നെ പറയുന്നത് അല്ലല്ല നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന്. ആടിനെ പട്ടിയാക്കുന്ന പരിപാടി തുടരട്ടെ. എന്താണ് കിൽത്താനിൽ അലവി സഖാഫി പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം. ഈ നമ്മളൊക്കെ പറിച്ചിട്ടുള്ള പടച്ചവൻ മടവൂരാടിൽ നിന്ന് ഏതോ തലക്ക് സുഖമില്ലാത്തൊരു ചങ്ങായി പാട്ടുപാടി. അപ്പൊ കേട്ടല്ലോ, ഏതോ തലക്ക് സുഖമില്ലാത്ത ഒരാള് പാട്ടുപാടി എന്നാണ്. അപ്പോ അള്ളാഹു CM ആണ് എന്ന് പറയുന്നവരൊക്കെയും തലക്ക് സുഖമില്ലാത്ത ആളുകളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് കേൾക്കാം. കണ്ടോ, ഇതാണ് സുന്നികളുടെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അദ്ദേഹം അവിടെ പുകമറയിട്ടുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിശ്വാസം ഇല്ലേ?
സുന്നികൾ അങ്ങനെ ഒരു വിശ്വാസം തൽക്കാലം സുന്നികൾക്കില്ല ട്ടാ. ഉണ്ടെന്ന് തെളിയിക്കാനാണ് നീ ഇവിടെ ഇപ്പോൾ വന്നതെങ്കിൽ അത് വ്യക്തമായിട്ട് തെളിയിക്കുമെന്ന് ഞാൻ തെളിയിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് പരിശോധിക്കാൻ എൻ്റെ തെളിവൊക്കെ. അതായത് ഇവിടുത്തെ സമസ്തകൾക്ക് ഇങ്ങനൊരു വിശ്വാസമില്ലേ? അങ്ങനെ ഇല്ല എന്നാണ് അലവി സഖാഫി വാദിക്കുന്നതെങ്കിൽ ഹുസൈൻ സലഫി വേങ്ങരയിൽ ചോദിച്ച ചോദ്യത്തിന് അലവി സഖാഫി മറുപടി പറയേണ്ടതുണ്ട്. ഹുസൈൻ സലഫിന്റെ ചോദ്യം ഒന്ന് കേൾക്കാം. അലവി സഖാഫിയോടാ പറയും, നിങ്ങൾ ഇവിടെ വരുന്നില്ലേ, എന്നാ നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയണം. തലക്ക് വെളിവില്ലല്ലേ? എന്ത് പടച്ചോനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ല അല്ലേ? എന്നാൽ സാക്ഷാൽ അയാളെന്നെ അത് പറഞ്ഞെങ്കിലോ, അയാളെന്നെയാണ് അത് പറഞ്ഞതെങ്കിലോ, എന്ത് ഞാനാണ് അല്ലാ, അനല്ലാ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? മടവൂര് പറഞ്ഞിട്ടുള്ളത് അനല്ലാ, അനല്ലാന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അനല്ലാ എന്ന് പറഞ്ഞത് ഏത് നിലക്കാ പറഞ്ഞത്? തലക്ക് സുഖല്ലേ? എന്നാ അതൊന്ന് പറയും. താനിച്ച വട്ടായിട്ട് പറഞ്ഞു തരുന്നു മടവൂര് എന്ത് അനല്ലാ. അത് ഞങ്ങൾ കാത്തു നിൽക്കുന്നു, നിങ്ങളെ മറുപടിയിൽ നിങ്ങൾ അതൊന്ന് പറയണം. അപ്പൊ കേട്ടില്ലേ, ചോദ്യം വ്യക്തമാണ്. അപ്പോൾ അനല്ലാന്ന് മടവൂർ ഷേഖ് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായ സ്രോതസ്സിൽ നിന്നും തെളിയിച്ചാലേ മൗലവി ഇതൊക്കെ തെളിവാകൂ. നിങ്ങൾ ഏത് സ്രോതസ്സിൽ നിന്ന് അതിപ്പോൾ തെളിയിക്കാൻ പോണത്? ആര് പറഞ്ഞു? മടവൂർ ഷേഖ് പറഞ്ഞത് ആരെങ്കിലും കേട്ടത്? കൃത്യമായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കാതെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞോ ഇല്ലേ നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിനെ പറ്റി ചർച്ച ചെയ്യാം. ആദ്യം അത് തെളിയിക്കണ്ടേ? എന്നാൽ ഇയാൾ തെളിയിക്കാൻ പോകുന്ന സ്രോതസ്സ് അതിനെക്കാട്ടി കട്ടപ്പകയിലുള്ള സ്രോതസ്സാണ്. നമ്മൾ മുഴുവനും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ സ്രോതസ്സിൽ നിന്നാണ് ഇയാൾ തെളിയിക്കാൻ പോകുന്നത്. എന്നാൽ ഇയാൾ തെളിയിക്കണോ കോലം നോക്കുക. നമ്മൾ അതിന് കൂടെ നിൽക്കണ സാധു ഇത്രയും തന്നെ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CM നിങ്ങളുടെ കൂട്ടത്തിലുള്ള തന്നെ സമസ്തയിലെ തന്നെ ഒരു ഉസ്താദ് അദ്ദേഹം പറയുന്നുണ്ട് അനല്ലാ എന്ന് CM പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഉസ്താദ് സ്റ്റേജ് കെട്ടി പറയുന്ന രംഗം നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഉസ്താദാണ് കേട്ടോ പറയാൻ പോണത്. ആ ഉസ്താദിൻ്റെ കോലങ്ങളൊന്ന് കണ്ടോളി. തലീകെട്ടുള്ളതൊക്കെ സമസ്തയിൽപ്പെട്ട ഉസ്താദാണെന്ന് അയാൾ പറയുന്നത്. ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ഇയാളാണല്ലേ ഉസ്താദ്? ഇയാൾ കുരുവട്ടൂരി നൗഷാദിൻ്റെ കൂടെ അന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കുരുവട്ടൂരികളെ രേഖയല്ല എന്ന് 100 വട്ടം ആർക്കറിയാം? ഹുസൈൻ സലഫിക്കും അറിയാം. ഇപ്പോൾ അതിനെ താങ്ങാൻ വേണ്ടി വന്ന ഈ മൗലവിക്കും അറിയാം. ഇയാൾ അൻവരിയാണ്. അൻവരി കുരുവട്ടൂരിയാണ്. നൗഷാദിൻ്റെ ഉറ്റ ഖാദിമാണ്. നൗഷാദിൻ്റെ കൂടെ എപ്പോഴും എല്ലാ പരിപാടിയിലും ഇയാളെ പ്രസംഗം ഉണ്ടാകും. ഇങ്ങനെ കുരുവട്ടൂര് പറഞ്ഞതാണ് തെളിവ്. അപ്പോൾ ഇയാളിപ്പോൾ കുത്തുബുല്ലാലം മടവൂർ അനല്ല പറഞ്ഞു എന്നതിന് കുരുവട്ടൂര് പറഞ്ഞത് തെളിവാക്കിയാൽ അതെങ്ങനെ തെളിവാകും? വല്ലാത്തൊരു മനുഷ്യന്മാർ. അപ്പം ഈ കുരുവട്ടൂരികൾ പറഞ്ഞതാണ് എന്ത് തെളിവ്? CM പറഞ്ഞു എന്നതിന് തെളിവ് ഞാൻ പഠിച്ചവനാണെന്ന് പറഞ്ഞാല. കുരുവട്ടൂര് പറഞ്ഞ രേഖയാകുല മൗലവിമാരെ. സമസ്തയിലെ പണ്ഡിതനാണ് പോലും ഈ അൻവരി നൗഷാദൊക്കെ. ഏതാ സമസ്തയിലെ പണ്ഡിതന്മാരൊന്നും അറിയില്ല. പാച്ചക്കളവ് ജനങ്ങളെ പറ്റിക്കാണ്. എന്ത് സമസ്തയിലെ പണ്ഡിതന്മാരെന്നെ CM വലിയുള്ള അനല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് രേഖയായിട്ട് തെളിവായിട്ട് ഏത് വോയിസാണ് കൊണ്ടുവരുന്നത്? നൗഷാദിൻ്റെയും നൗഷാദിൻ്റെ ടീമിൻ്റെ വോയിസ്. ഇതെങ്ങനെ രേഖയാകും? നൗഷാദിൻ്റെ ടീമിൻ്റെ വോയിസ് സമസ്തയിലെ പണ്ഡിതനാ അവർ. അൻവരി സമസ്തൻ്റെ പണ്ഡിതനാ. കുരുവട്ടൂരികൾ സമസ്തക്കാരാ. സമസ്തയെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ത്വരീക്കത്തുകാർ അവരതാണ് രേഖയാക്കുന്നത്. ഇതിൻ്റെ പൊന്നാര ചങ്ങായി, ഈ കളവ് പറയുന്നവനല്ലെങ്കിൽ സമസ്തയുടെ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കളവ് പറയുന്നവൻ? കളവ് പറയുന്നതിനൊരു പരിധി വേണം. ഈ ആളുകൾക്ക് അറിയുന്നുണ്ട് ഇത് പൊട്ടത്തരമാണെന്ന്. ഇത് ഹുസൈൻ സലഫി പൊട്ടത്തരം പറഞ്ഞു. അത് താങ്ങാൻ ഈ ചങ്ങായി തലക്ക് വെളിവില്ല എന്ന് പറഞ്ഞത് ഈ വഹാബികൾക്ക് അല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ യോജിക്കുക? CM വലിയുള്ള അദ്ദേഹത്തെ പറ്റി, CM വലിയുള്ളതിനെ പറ്റി ഞാൻ സിർട്ടാവാണ് എന്ന്
അല്ലെങ്കിൽ ഞാൻ പടച്ചവനാണ് എന്ന്, ഞാൻ അള്ളാഹു ആണ് എന്ന് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ സമസ്തയുടെ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു എന്ന് സമസ്തയുടെ ഔദ്യോഗികമായി ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്, ഏത് പ്രസംഗത്തിലാണ് പറഞ്ഞത്? ഒരിക്കലും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. അദ്ദേഹം CM വലിയുള്ള അദ്ദേഹത്തെ പറ്റി ഞാൻ അള്ളാഹു ആണ് എന്നോ സിർട്ടാവാണ് എന്നോ പടച്ചവനാണ് എന്നോ പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞു എന്നത് മൗലവിമാരുടെ പച്ചക്കളവാണ്. അള്ളാഹു മാത്രമേ ലോകത്ത് സൃഷ്ടിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, അവൻ്റെ സൃഷ്ടിക്കുക എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അത് മറ്റൊരാൾക്ക് അള്ളാഹു വിട്ടുകൊടുക്കുകയില്ല. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പരിധിയില്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്ന അധികാരവും നൽകും എന്ന് അർത്ഥമില്ല. മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചതിനെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് നൽകും എന്നാണ്. അതിന് പരിധിയില്ല. അതിൽ അള്ളാഹുവിന് ഖാസായ വിശേഷണങ്ങളുണ്ട്. അതിൽ ലഹുൽ ഖൽഖു വലഹുൽ അംറു, അള്ളാഹുവിനെ മാത്രമാണ് സൃഷ്ടിക്കുക എന്ന വിശേഷണം. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹ് അല്ലാത്ത ആരാണ് സൃഷ്ടിക്കുന്നവനെന്ന് അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖൽഖുൽ അജ്സാം എന്ന വിശേഷണം അത് അള്ളാഹുവിന് മാത്രമാണെന്ന് ഉസൂലുൽ അഖീദ വിവരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനും പറയുന്നു. അതൊരിക്കലും അള്ളാഹു മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതല്ല. അള്ളാഹു ഉദ്ദേശിച്ച എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഉദ്ദേശിച്ച എന്തും നൽകുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പ്രത്യേകമായ വിശേഷണമാകുന്ന സൃഷ്ടിക്കൽ എന്ന വിശേഷണമോ ലോകത്തിൻ്റെ സർവ്വ വസ്തുക്കളെയും ഒന്നും ഒഴിവില്ലാതെ മാസിവൽ ബാരിയാകുന്ന സർവ്വ വസ്തുക്കളെയും ഒന്നാകെ പരിപാലിക്കുക എന്ന ആ അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേക വിശേഷണവും ഒരിക്കലും തന്നെ അള്ളാഹു മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ അർശ് മുതൽ ഫർശ് വരെ യുള്ള വസ്തുക്കളിൽ ചില തദ്ബീറുകൾ, അള്ളാഹു ഉദ്ദേശിച്ച തദ്ബീറുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് നൽകും, അഖ്താബീങ്ങൾക്ക് നൽകും. അല്ലാതെ ലോകം മുഴുവനും ഒരേ സമയത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക എന്ന വിശേഷണവും അള്ളാഹു മറ്റൊരാൾക്ക് നൽകുകയില്ല. മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു ഏത് ഭാഗത്താവട്ടെ, അർശ് മുതൽ ഫർശ് വരെ, ഭൂമി മുതൽ അർശ് വരെയുള്ള ഏത് വസ്തുവിൻ്റെയും പരിപാലനം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നൽകും. അല്ലാതെ മുഴുവൻ ലോകത്തിൻ്റെ സർവ്വഭാഗങ്ങളും പരിപാലിക്കുക എന്ന ആ തദ്ബീർ അത് അള്ളാഹു നൽകുകയില്ല എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.